ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ദൈവമേ മതി ഇൻട്രോയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലോട്ടെ. ഈ പറഞ്ഞ കണക്ക് രാവിലെ തന്നെ പോയി തിരുമ്പൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് കിച്ചണിൽ വന്നപ്പോഴത്തേനും 2 പട്ടാളങ്ങൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ജലദോഷവും പിടിച്ചു. ചങ്കിനും തൊണ്ടയ്ക്കും ഒക്കെ ഭയങ്കര ഒരു അസ്വസ്ഥത, വിമ്മിഷ്ടം പോകെ ശ്വാസം മുട്ടൽ ഉണക്കുക. എനിക്ക് ജലദോഷം പിടിച്ച അന്നേരം ഇപ്പോൾ ശ്വാസം മുട്ടൽ ഉണക്കാണ് കേട്ടോ. എന്നെ ചെയ്യാൻ അപ്പം വേണ്ട ഒരു പാത്രത്തിൽ കേക്കും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് വന്നിരിപ്പുണ്ട്. കഴിച്ചു. കേക്കാണോ സിന്ധുവമ്മയെന്നൊക്കെ ചോദിച്ചു. ഓ അയ്യോ എനിക്ക് ചുമയ്ക്കാനൊന്നും പറ്റത്തില്ല. ചുമച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥത കേട്ടോ. ചങ്ങിനകത്ത് ഭയങ്കര വേദനയും മിമ്മിഷ്ടവും എല്ലാം കൂടെ വരും. എവിടെയെല്ലാം എന്തോ ഒരു അസ്വസ്ഥയെന്ന് അറിയത്തില്ല. തൊണ്ടയെല്ലാം കടിക്കുവാണോ ഇവിടെ എല്ലാം ഇങ്ങനെ ചുറിയുന്ന പോലെ ഭയങ്കര ഒരു അസ്വസ്ഥത. തുള്ളി മറിഞ്ഞ് കളിച്ച് തുള്ളിച്ചാടി നടക്കുമല്ലോ. ഇച്ചിരി മഴയൊക്കെ നനഞ്ഞ റീൽസൊക്കെ എടുക്കാനൊക്കെ അതാ പറ്റിയെന്ന് തോന്നിപ്പോൾ പനി പേടിച്ചത് അല്ലേ. എനിക്കിപ്പോ പനി വരണ്ട. രാവിലെ കയറി എനിക്ക് പനി ഉണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഈ വഴിക്ക് ഫുട്ബോൾ കളിച്ചേ, അന്നത്തെ പനി വന്നില്ല. അന്ന് ഇവിടെ മോനൊക്കെ വന്നപ്പോൾ ഇവരവിടെ പോയി കിടന്നുകൊണ്ട് മഴയത്ത് കിടന്ന് കളിയായിരുന്നു. ഞാൻ ഉപ്പേറയ്ക്ക് കൂട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, നിങ്ങൾ മഴ നനഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരികയെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്നാ സംസാരിക്കാൻ വയ്യാത്തൊരു ഇത്. അന്ന് കയറി വന്നവണ്ണേ എന്നോട് ചോദിച്ചു, സിന്ധുവമ്മ ഇവിടെ വന്നേ ആ കൊച്ചു പോയോ? ഞാൻ ചോദിച്ചു ഏത് കൊച്ച്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിച്ചില്ലേ, ആ കൊച്ച്. അവളും ആ കൊച്ചുമായിരുന്നു ഒരു ഗ്യാങ് അല്ലേ, ഒരു സെറ്റ്. നീയും വിശാലും ഞാനും അവനുമായിരുന്നു ഒരു ഇത് സെറ്റ്. അവൻ പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കയറി വന്നു കേട്ടോ. ചുമയ്ക്കുകയും വിൽക്കുകയും എല്ലാം ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു പ്രശ്നമുണ്ട്. കണ്ണ് തരുതരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഇത്രയും കാലം എനിക്ക് ശ്വാസം മുട്ട പണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് ജലദോഷം വന്നാൽ അന്നേരം ശ്വാസം മുട്ട ചങ്കിനകത്ത് എന്തോ ഇങ്ങനെ ഭയങ്കര പാര ഇരിക്കുന്ന പോലെ ഒരു അസ്വസ്ഥത. ചേട്ടായി രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സിറ്റൗട്ടിലെല്ലാം നമ്മുടെ പട്ടി വന്ന് കയറുക. ഒരു 3 പട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ 6 പോലും കത്തില്ല. എന്നിട്ട് എല്ലാം ചവിട്ടി ചെളിയാക്കി ഇട്ടേക്കുന്ന അവിടെ എല്ലാം. അത് കണ്ടിട്ട് എനിക്ക് തുടയ്ക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ തുടയ്ക്കാൻ ഒന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. ഈ തിരുമല എത്ര ദിവസം ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ല എന്ന് കണ്ണടച്ചിങ്ങനെ ഇരിക്കുക അല്ലേ. സിന്ധുമ്മയുടെ സിറ്റൗട്ട് ഒന്നും ഇങ്ങനെ കടന്ന് കണ്ടിട്ട് ഞാൻ ഇച്ചിരി ചായ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടോ. ചൂടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു എപ്പോഴും. ചൂടുവെള്ളം കുടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇച്ചിരി ചായ കുടിക്കുന്നു തോന്നുന്നു. ഇന്ന് രാവിലെ സിന്ധുമ്മ എന്നാടാ കഴിച്ചേ? എന്നാ കഴിച്ച സിന്ധുമ്മ? ഉണക്കക്കപ്പ വേവിച്ചതായിരുന്നു. ഇവർ കഴിച്ചില്ല, ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഉണക്കക്കപ്പ വേവിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. കല്യാണീനെ OMLP സ്കൂളിൽ കൊണ്ട് ചേർത്തു. അതായത് സിന്ധുമ്മയൊക്കെ പഠിച്ച് ഞാനൊക്കെ പഠിച്ച ഒരു സ്കൂളുണ്ട്, അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. LKG-ലോ? LKG ആണോ UKG ആണോ? കൊണ്ട് ചേർത്തു. പിന്നെ ബാഗൊക്കെ മേടിച്ചു. പിന്നെ കുടം മേടിച്ചപ്പോൾ കിട്ടിയ സാധനം വന്നത് വേണ്ട ഇവൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. സ്മാർട്ട് വാച്ച് ഒക്കെ കിട്ടി. അയ്യോ ട്രോഫിയാണോ അത്? അതിൻ്റേത് നല്ല അടിപൊളി വാച്ച്, സ്മാർട്ട് വാച്ച് അല്ലേ. അയ്യോ കളി കാണിച്ച്. അടിപൊളി സെറ്റാ കേട്ടോ അത്. അപ്പൊ നീ അവിടെ നിന്ന് കളിക്കാതെ. ഞാൻ ഇന്ന് ജൂൺ 2 കേട്ടോ. നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. നാളെ മുതൽ ഇനി ഇതുങ്ങളെയൊക്കെ കിട്ടണമെങ്കിൽ വലിയ പാടാവും. സെൻഡേ ഒക്കെ മാത്രമാവും കണ്ടോ. അത് നല്ല രസമുണ്ടല്ലോ. അതേ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അതേ ഞെക്കുമ്പോഴത്തേനും അത് ബോൾ തെറിച്ച് പോവും. കൊള്ളാലോടാ. എന്നിട്ട് അതിൽ തന്നെ കറക്റ്റ് പിടിക്കണം അല്ലേ. അടിപൊളി. മതിയോ കേക്ക്? മതിയോ? ബിസ്ക്കറ്റ് വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ടേ? വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ടെന്ന്. കേക്ക് കഴിച്ച് കഴിഞ്ഞ് ബാക്കി മാറ്റി വെച്ചു കേട്ടോ. നിനക്ക് മതിയോടാ കേക്ക്? കേക്ക് മതിയോ നിനക്ക്? ഇത് കണ്ടോ നമ്മുടെ മുറ്റം മൊത്തം ഉറച്ച് കുനാന്ന് കളവ് കിളുത്ത് കയറിയേക്കുക. എന്നെ ചെയ്യാനാ. താഴെ ഇറങ്ങിപ്പോയി കേട്ടോ. വെള്ളം ചോദിച്ചു കുടിക്കുന്നത്. അപ്പം ഞങ്ങളൊരു മരുന്നിട്ടാണ് തിളപ്പിച്ചേക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്, തിളപ്പിക്കാത്തത് പച്ചവെള്ളം കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിപ്പോയി. അവൾ ചിലപ്പോൾ ചേച്ചി പറയുന്നു
കഴിക്കടി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ സിന്ധുമ്മയുടെ വീട്ടിൽ നിന്ന് കേക്ക് കഴിച്ചു, ആര്യനും കേക്ക് കഴിച്ചു, ഞങ്ങൾക്ക് വിശക്കുന്നില്ലെന്ന്. അയ്യോ, ഇത് കണ്ടോ നല്ല വെയിലാണ് കേട്ടോ. ജൂൺ 2-ാം തീയതിയാണ് ഇത്. നല്ല സൂപ്പർ വെയിൽ. അലക്കാനും പറ്റിയല്ല, പെറുക്കാനും പറ്റത്തില്ല. അല്ല കമ്പിളിയൊക്കെ ആണെങ്കിലും ഒന്ന് കഴുകുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. വെള്ളം കുടിച്ചോടി നീ? വെള്ളം കുടിച്ചോ? ചുമ്മാ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പോവാ അല്ലേ? അടവ് പിടിച്ച വെണ്ണ് കുറച്ച് നേരം എനിക്കിതാടാ എന്ന് പറഞ്ഞാൽ നിൽക്കണേലെല്ലാം ചെളിയായി. ഈ മണ്ണിനകത്തൂടെ കിടന്ന് ഉരുളുന്ന ബാച്ചെന്ന് കാണിച്ചേടാ. ഓ അടിപൊളി. ഇതിന് പടക്കം പൊട്ടുന്ന മാതിരിയൊക്കെ ഉണ്ടല്ലോ. കളിച്ചേ നോക്കട്ടെ. അവളൊന്ന് നോക്കുന്നടാ. എന്നിട്ട് പിടിക്കണം, ഞെക്കി വിട്ടിട്ട് ബോൾ മുകളിലോട്ട് പോകുമ്പോൾ ബോളിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിട്ട് ബാസ്ക്കറ്റിനകത്ത് പിടിക്കണം. പിടിക്കണം, എന്നാലും ആ കളി ഫസ്റ്റ് ആകത്തുള്ളൂ. അടിപൊളി. അയ്യോ, പതിയെ ഞെക്കണം. ദൈവമേ, ഇതുങ്ങളുള്ളതുകൊണ്ട് ഇച്ചിരി സമയം പോക്കൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂളിൽ പോയാൽ അതുങ്ങളും ഇല്ല. ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ കയറി വന്നേ. ജയിച്ചു ഉണ്ടോ? ചേട്ടായി ജയിച്ചു കണ്ടായിരുന്നോ? അടിപൊളി. അടിപൊളി. നീയും ജയിച്ചു. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പേ ചേട്ടായി ഉണ്ടല്ലോ തുണിയൊക്കെ ടെറസേന്ന് പറക്കി ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാണ്. ഞാൻ ഈ മുറിക്കകത്ത് കൊണ്ട് ഇടിയല്ല, ഞാൻ അപ്പുറത്തെ ആ ഒരു മുറിക്കകത്തെ കൊണ്ടേ എടുത്തോളൂ തുണിയൊക്കെ മടക്കാനുള്ളതൊക്കെ. എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നതുകൊണ്ട് കൊണ്ട് കേട്ടോ. എൻ്റെ ഒരു പിടിപ്പ് കൊണ്ട് ആവശ്യമില്ലാത്തൊരു പണി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. 1 വർഷം മുകളിലായെന്ന് തോന്നുന്നു. സൈഡ് എഫക്റ്റ് മാതിരിയാണ് എനിക്ക് ഈ ശ്വാസം മുട്ടൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നാളൊക്കെ ഈ ശ്വാസം മുട്ടൽ മെസ്സേജ് ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞായിരുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് ശ്വാസം മുട്ടലൊന്നും ഇല്ലാഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മറ്റാരെയും തോൽപ്പിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. അബദ്ധം പറ്റി കഴിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ ശരീരത്തിന് എന്ത് വന്നാലും അനുഭവിക്കാൻ കാണത്തുള്ളൂ, അല്ലാതെ വേറെ ആരും കാണത്തില്ല. നമ്മൾ തന്നെ അനുഭവിക്കണം. അയ്യോ, ഭയങ്കരമായിട്ട് വിമിഷ്ടവും ശ്വാസം മുട്ടലും ഫുഡും ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. ശരീരം നേരെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇതെല്ലാം പനിക്കൂർക്കയിലയും തുളസിയിലയും ചുക്കും ഉള്ളി അങ്ങനെ കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഇതുണ്ടാക്കി തന്നിട്ടുണ്ട് പോകുന്നതിന് മുമ്പേ തന്നെ. ചുക്ക് കാപ്പിയായിട്ട് കുടിക്കാൻ പറ്റത്തില്ല, അതൊന്നും കുടിച്ചില്ല. ആവി വലിച്ചു നന്നായിട്ട്. ഭയങ്കര വിമിഷ്ടം പോലെ ശങ്കിനകത്തൊക്കെ. അപ്പോൾ ഇതും കൂടെ മടക്കി വെച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും പോയി നേരം കയറി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തുണി വരെ കഴിഞ്ഞ ദിവസം ആ മോള് വന്നപ്പോൾ അവളാണ് കേട്ടോ തുണി വരെ മടക്കിയത്. സത്യം എൻ്റെ ദൈവമേ മതി. ഞാനിങ്ങനെ ആടിപ്പാടി നടന്നെങ്കിലും വേദന സംഹാരിയൊക്കെ കഴിച്ചിട്ട് അങ്ങ് അവരുടെ കൂടെ അങ്ങ് തുള്ളിച്ചാടി നടന്നു. എല്ലാ പണിയെന്ന് പറഞ്ഞോളാം കുഞ്ഞാ ചെയ്ത് തന്നെ. എൻ്റെ ദൈവമേ, ഇന്ന് 1-2 വാർത്തകളൊക്കെ കണ്ടായിരുന്നു. മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന വാർത്തകളൊക്കെ കേട്ടോ. 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചു, അതും സ്വന്തം വല്യപ്പൻ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കേട്ടപ്പം ഭയങ്കര ഒരു പേടി ഭീകരതയും ഒക്കെ തോന്നുന്നു. ആരെ വിശ്വസിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ എസ്റ്റേറ്റ് വീടിൻ്റെ അടുത്താണെങ്കിൽ ഒരു അമ്മച്ചി മരിച്ചിട്ടുണ്ട്. രുക്മിണി എന്നാണ് ചേച്ചിയുടെ പേര്, അമ്മയുടെ പേര്. നമ്മുടെ എസ്റ്റേറ്റ് വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ളതായിരുന്നു. എനിക്ക് പോകാൻ പറ്റത്തില്ല. പനി പിടിച്ചു, ഒരു രക്ഷയില്ലാത്ത പനിയാണ്. ഇപ്പോൾ ദേഹം തളർന്ന് കുത്തിപ്പോവുക. വായിക്കാവെല്ലാം കഴിച്ചിട്ട് ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. തളർന്ന് കുത്തി കിടപ്പ് തന്നെ കിടപ്പ്. ഇപ്പം ഞാൻ എണീറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. പനി പിടിച്ചതുകൊണ്ട് നമ്മുടെ തിരുമ്മൽ മുടങ്ങിപ്പോയി, തിരുമ്മാൻ പറ്റത്തില്ല. എന്നാ പറയാനാ, നമ്മളൊന്ന് വിചാരിക്കും ദൈവം ഒന്നും നടത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അത് തന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. അയ്യോ, എനിക്ക് ഒട്ടും പറ്റുന്നിരുന്ന് വെച്ചാൽ ഒട്ടും പറ്റുന്നില്ല, നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇന്ന് തയ്യലിൻ്റെ സംഘമുണ്ട്. എൻ്റെ പൈസ കൊടുക്കാൻ ചേട്ടായി രാവിലെ കൊടുത്തു വിടാനായിട്ട് ഞാൻ മറന്നടിഞ്ഞു പോയി. എന്നാന്ന് വെച്ചാൽ ചേട്ടായി പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടായി എണീറ്റായിരുന്നു, ചായ ഒന്നും ഇട്ട് കൊടുക്കാനായിട്ട് എണീറ്റില്ല. അപ്പോൾ നീ കിടന്നോ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഇന്ന് പോയത്. അപ്പോൾ ഞാൻ ഓർത്തില്ല ഇന്ന് പൈസ സംഘത്തിൻ്റെ കൊടുക്കണമല്ലോ എന്ന്. ഇപ്പോൾ ഉച്ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ്. ഉച്ചേച്ചിക്കും പനി ചെരിഞ്ഞ് ഊത്തി കിടന്ന് ദേഹവേദന എല്ലാം ആയിട്ട് പോയി ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. തയ്യലിൻ്റെ സംഘത്തിലെ ചേച്ചിയും രാവിലെയും വൈകിട്ടും പോയി ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഞാൻ മഴ നനഞ്ഞതിൻ്റെ ആയിരിക്കുമെന്ന്.
കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ചാറ്റമഴയൊക്കെ നനഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പിടിച്ചാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ജലദോഷം മാത്രമേ ഉള്ളല്ലോ, അത്ര വലിയ ജലദോഷം ഇല്ലായിരുന്നു തിരുമ്മി തുടങ്ങിയെന്നാൽ, അതുകൊണ്ടാണ് പിന്നെ അങ്ങ് തിരുമിയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് പോയത്. പക്ഷേ അതും ഇപ്പം നമുക്ക് മുടങ്ങിപ്പോയി. ഇനിയിപ്പം നന്നായിട്ട് മാറാണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് തിരുമുന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ല, അത് പിന്നെ വേറെ ദൂഷ്യമാവും. അതുകൊണ്ട് ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ചു, മുടക്കി പറഞ്ഞിട്ട് ഇല്ല. പിന്നെ അമ്മൂൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിലും എന്നെക്കാട്ടി ഒരു ബുദ്ധിമുട്ടും കാര്യമാണ്. അവൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കണ്ടീഷനല്ലല്ലോ. അതുകൊണ്ട് വ്യാഴാഴ്ച വരെ അവളെ നോക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അവളെ ഡോക്ടറെ കാണിച്ചിട്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ തിരുമ്മി ഇപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ, ജൂലൈ മാസം ഒരു പകുതിയോടുകൂടി പോയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പനിയെല്ലാം മാറി ഇച്ചിരി ആരോഗ്യമൊക്കെ ആയിട്ടേ അമ്മൂനെ ഒന്ന് ഇതാക്കി വിട്ടിട്ട് ജൂലൈ മാസം പകുതിയോടുകൂടി പോയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നെ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടക്കിയല്ല, പോയി തുടങ്ങിയതായിരുന്നു. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്നെ ഇങ്ങനെ പനി പിടിച്ചത് നമ്മുടെ കുഴപ്പമല്ലല്ലോ, സാരമില്ല എന്ന് പറഞ്ഞു അവർ വിളിച്ച് ചോദിച്ചപ്പോൾ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്നത് ആണ് കാര്യം. പിള്ളേരൊക്കെ കല്യാണം ആര്യനും കൂട്ടനും ഒക്കെ വന്നപ്പോഴേക്കാണെങ്കിൽ എനിക്ക് പനിക്കുന്നില്ല, സൗണ്ട് ഇച്ചിരി ഇതുകൊണ്ടായിരുന്നു. നല്ല ജലദോഷവും കഫക്കെട്ട് മുണക്കത്തൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ആവിയൊക്കെ വലിച്ചു. ഈ ശ്വാസം മുട്ടൽ പോണക്കാണോ, അതാണ് ഏറ്റവും ഒരു വലിയ പ്രശ്നം. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ വിമ്മിഷ്ടം പോണക്ക്. അപ്പം ഞാൻ ആവിയൊക്കെ വലിച്ചു വിക്സും എല്ലാം മണത്ത് ചങ്കയിലും പുറത്തും എല്ലാം തേച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ വൈകിട്ടായപ്പോഴത്തേനും അവശതയായി, ഒട്ടും നിൽക്കുന്നില്ല. ഈ ഭയങ്കര പൊള്ളുന്ന പനിയായി. എന്നെ ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ പകൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അതല്ല കുഞ്ഞുങ്ങളെ ഞാൻ കയറ്റിയില്ല, മക്കൾക്ക് അതും കൂടെ പിടിക്കുകയല്ലേന്ന് ഓർത്തോണ്ടേ. എന്നാണേലും സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ. ഒത്തിരി സന്തോഷം. ദൈവമേ ആർക്കും ഒരു അസുഖവും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ. ഈ മഴയും കാലവും ഈ പ്രകൃതിയുടെ ഇതെല്ലാം ആയിട്ടേ ഒന്ന് പിടിച്ച് വരണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ഭയങ്കര ചൂടല്ലായിരുന്നു. ജീവിതത്തിൽ ഇത്രയും ചൂട് ആദ്യമായിട്ട് അനുഭവിക്കാൻ തോന്നുന്നു. അതേപോലൊക്കെ ചൂടാണ് നമ്മളെല്ലാവരും അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തകർപ്പും മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കട്ടെ. നിസ്സാരം ഒരു പനി വന്നപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞു, സത്യം പറയാം. അങ്ങനെ ഇങ്ങനെ ഇതായിട്ട് പിന്നെ എനിക്കൊന്നും കൂടുതലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തലനൂത്തി ഇവിടെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ചേട്ടാ രാവിലെ എല്ലാം ചെയ്ത് പറക്കി വെച്ച് തന്നിട്ട് പോകും കേട്ടോ. അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളും ടെൻഷനും ഒന്നുമില്ല. എന്നാലും ഞാൻ പറയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പഠിത്തം കൂടെ തുടങ്ങി കഴിയുമ്പോഴത്തേനുമേ ദൈവമേ വലിയ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അല്ല അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും എൻ്റെ തിരുമ്മിൻ്റെ കാര്യത്തിന് ഇപ്പോൾ തീരുമാനമാക്കി. ജൂലൈ പകുതിയോടുകൂടി എങ്ങാനും പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം പോട്ടെ, സാറില്ല. അമ്മൂൻ്റേത് വ്യാഴാഴ്ച നോക്കിയിട്ട് ഇപ്പോൾ തിരുമ്മുവാണെങ്കിൽ എനിക്കും ഇതാണല്ലോ. എന്നാലും അമ്മൂനെ കൊണ്ടുവിട്ടേക്കാൻ വിഷ്ണുവിനോട് പറഞ്ഞായിരുന്നു. ചേട്ടായി രാവിലെ എല്ലാം ചെയ്ത് പറക്കിയൊക്കെ വെച്ചിട്ട് പോക്കണം, ഇതെല്ലാം കുറച്ച് ദിവസത്തേന് അമ്മയോടെയാണല്ലോ ഇവിടെ വന്ന് നിൽക്കാൻ പറയാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരുമുന്നില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ല. ഈ പനിയൊക്കെ അങ്ങ് മാറി കിട്ടിക്കഴിഞ്ഞാൽ സാരമില്ലല്ലോ. അപ്പോൾ അവളെ വ്യാഴാഴ്ച വരെ ഡോക്ടറെ അടുത്ത് വ്യാഴാഴ്ച കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം വിളിച്ചപ്പോൾ പറഞ്ഞു കാലിന് നീരൊക്കെ ഉണ്ടെന്ന്, കാലൊക്കെ കുത്തി ബാത്റൂമിൽ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നീര് വെച്ചാൽ ചെല്ലണേന്ന് ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ച ചെന്ന് നോക്കിയിട്ട് ഇത്രയും ദൂരെ യാത്ര പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് പോയി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആവുന്നൊന്നും എനിക്കറിയത്തില്ല. ചേട്ടൻ്റെ അടുത്ത് അവൾ കിങ്ങിണിമോളെ ഫുൾ ടൈം മടി കയറി ഇരിക്കുകയില്ല. അമ്മൂന് മടി വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ എല്ലാം നന്മയ്ക്കായിട്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ഈ പനി വന്നതും തിരുമ്പ് നിർത്തിയതും ഒക്കെ. ജൂലൈ ഒരു വിധത്തിൽ പതിയെ നടന്നു പോയി ചേച്ചിയുടെ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് വന്നു കേട്ടോ, സംഘത്തിൻ്റെ തയ്യലിൻ്റെ. അവിടെ സജിയും കണ്ണനും ഒക്കെ പണി നടക്കുന്നു. രാവിലെ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ മഴയില്ല കേട്ടോ. ഇച്ചിരി ചാറിക്കൊണ്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ കുറവുണ്ട്. ഇന്നെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയ ദിവസമാണ് അല്ലേ. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ജൂൺ 3 ഇന്നലെ വലിയ ആനക്കാര്യത്തി എടുത്ത വീഡിയോയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. കാരണം ഫുള്ള് ഇതാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഇന്നലെ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ ഇന്നലെ ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാനായിട്ട് പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇല്ലാണ്ടായി പോയത്. ഇനിയിപ്പോൾ നാളെ എന്തായാലും വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നലെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി എടുത്തിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുക കേട്ടോ. ഈ വീഡിയോ ശരിക്കും ഇന്നലെ രാവിലെയാണ്, പിന്നെ ഞായറാഴ്ച രാവിലെയാണ് ആര്യൻകുട്ടനും കല്യാണിയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അതായിരുന്നു ഇതിൻ്റെ തുടക്കം. പക്ഷേ വൈകിട്ടായപ്പോഴത്തേന് അവശത ആയിപ്പോയി.
അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും ബാക്കി ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ കിടപ്പ് അവിടെ കിടന്നു. ഇന്നാണേലും ഒത്തിരി ലേറ്റായി താമസം. എനിക്ക് ഒട്ടും പൊങ്ങാൻ പറ്റാത്തൊരു ശരീരത്തിനങ്ങ് ഭയങ്കര വിമ്മിഷ്ടമാണ് എനിക്ക് ശ്വാസം മുട്ടൽ. എൻ്റെ ജീവിതത്തിൽ 2 തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. 2 തെറ്റ് അറിഞ്ഞാണോ അറിയാതെയാണോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിയേക്കുന്ന 2 കാര്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിന് അതെപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ആവശ്യമില്ലാതെ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ആവശ്യമില്ലാത്ത പരിപാടി നമ്മൾ കാണിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ കാണിച്ചത്, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. അതുകൊണ്ട് ആരും ആവശ്യമില്ലാത്ത ഒരു പൊട്ടത്തരത്തിലും പോയി ചാടരുതേന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയട്ടെ. കാരണം അന്നേരം ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ആയിരിക്കും. എനിക്ക് ഇന്ന് വരെ ശ്വാസം മുട്ടലും കാര്യങ്ങളും ഇല്ലാതിരുന്ന, പക്ഷേ ഇപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലായി. അത് ഞാൻ ചെയ്ത ഒരു നിമിഷം ചേട്ടായെ പോലും ചിന്തിക്കാണ്ട്, അല്ലെ അമ്മയെ പോലും ചിന്തിക്കാണ്ട് ഞാൻ ചെയ്ത ഒരു പൊട്ടത്തരത്തിൻ്റെ ഇതാണ്. അതെനിക്ക് പറ്റിയ ഒരു തെറ്റ്. പിന്നെ വേറൊരു തെറ്റുകൂടെ പറ്റിയിട്ടുണ്ട്. 2 എൻ്റെ ഇത്രയും ഈ ഒരു എന്താ പറയുക ജീവിതത്തിൽ കുഞ്ഞിലെ മുതൽ കഷ്ടതയും ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് വളർന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒന്നും എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല. പറ്റിയേക്കുന്ന ഈ 2 തെറ്റുകളാണ്. അതിനകത്ത് ഒന്നും പറയാൻ സമയമായിട്ടില്ല. എന്തെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ പറയേണ്ട ആവശ്യം വന്നാലും ഞാൻ പറയാം. അങ്ങനെ 2 കാര്യത്തിന് ഈ 2 കാര്യത്തിൽ ഈ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ ശരിക്കും പറ്റിയൊരു പറ്റ. എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വരും. അതുകൊണ്ട് ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. നമ്മൾ ആരെങ്കിലും തോൽപ്പിച്ചോ അല്ലെ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ ചെയ്യാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ അതിനൊന്നും മുഖവരയ്ക്ക് എടുക്കാനോ കേൾക്കാനോ പോകരുത്. സത്യം ഇത് പറയരുതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തിരുമ വലിയ കാര്യത്തിൽ തുടങ്ങി, അത് മുടങ്ങിപ്പോയി. സാരമില്ല, ചിലപ്പോൾ മുടങ്ങിയത് എന്തെങ്കിലും ഒരു നന്മയ്ക്കായിട്ടായിരിക്കാം. കാരണം അമ്മൂൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അമ്മൂന് 10 ദിവസമെങ്കിലും നമ്മൾ നോക്കി കൊടുക്കേണ്ട ഒരു സമയമാണ്. അവർ നോക്കുന്നില്ലെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അവർ നോക്കുന്നുണ്ട്. എന്നാലും എത്രയാണെന്ന് പറഞ്ഞാലും അമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്കൊരിത് വരുമല്ലോ. അപ്പോൾ വ്യാഴാഴ്ച കൊണ്ടാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അത് കാണിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാന്നുണ്ടെങ്കിൽ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്നു. എനിക്കിപ്പോൾ അവിടെ പോയി നിന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സാഹചര്യം നമുക്കേ അറിയത്തുള്ളൂ. ശ്വാസം മുട്ടലായിട്ടും അസുഖങ്ങളായിട്ടും വേദനകളായിട്ടും ഒക്കെ എന്നാ പറഞ്ഞാലും തിരുമ്മിക്കഴിഞ്ഞാൽ ഈ വേദനയ്ക്കൊരു ശമനം കിട്ടിയേനെ, സമാധാനം കിട്ടിയേനെ. എന്തായാലും ഇപ്പം ഈ ഒരു മുടക്കം വന്നാലും നമ്മളൊക്കെ അത് ഇടയ്ക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പനിയും അങ്ങനെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുള്ളപ്പം ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ നന്നായിട്ട് വിയർക്കുന്നുണ്ട് എനിക്ക്. മിക്കവാറും ഇപ്പോൾ ഉഷേച്ചിൽ അവിടെ വരെ പോയി ഒരു വിധത്തിൽ പതിയെ പോയി പൈസ കൊടുത്തിട്ട് മുറ്റത്ത് നിന്ന് തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ പൂരം ചെയ്ത്. ഉഷേച്ചിക്കും പനിയൊക്കെ ആയിട്ട് കിടക്കുക, ഒട്ടും വയ്യാണ്ട് ഇന്നാ ഒന്ന് തല പൊങ്ങിയെന്ന് പറഞ്ഞു. അപ്പം കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. പനി വിടാനാണോ അതോ നടന്നതിൻ്റെ ആണോ എന്നാന്നറിയത്തില്ല. എന്തായാലും ഞാൻ വെള്ളം അടുപ്പേ വെച്ചു. ഇനി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 ദിവസത്തെ കൂടിയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഒട്ടും പറ്റുന്നില്ല. ഒരു ദിവസം വീഡിയോ ഇട്ടില്ല, അതിൻ്റെതായ ഒരു ഇത് വരുമല്ലോ എന്ന് ഓർത്താൽ. അതല്ല എന്നെ നോക്കിയിരിക്കുന്ന കുറച്ചധികം പേരെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മളെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാ സിന്ധമ്മ വീഡിയോ ഇടാത്ത എന്തെങ്കിലും പ്രശ്നമാണോ വയ്യാഴിയാണോ കാര്യമാണോ എന്നറിയാൻ. അപ്പോൾ അവരോട് എല്ലാവരോടും തിരിച്ച് മറുപടി പറയാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പാടാം. എനിക്കാണെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. എന്നാണോ ഭയങ്കര. അതുകൊണ്ട് ടിവിയും ചേട്ടായി ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഇച്ചിരി നേരം ഫോൺ വെച്ചപ്പോഴത്തേ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല സൗണ്ട്. എൻ്റെ ചേട്ടായി ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അപ്പോൾ എല്ലായിടത്തും മഴയും കാര്യവും വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഓരോരുത്തർക്ക് കണ്ടു കേട്ടോ. വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ, വെള്ളം കയറുന്നതനുസരിച്ച് ജന്തുക്കളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ കയറി വരികയൊക്കെ ചെയ്യും. എല്ലാവരും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. കുഞ്ഞുങ്ങളെ ഓട്ടോയ്ക്കൊക്കെ വിടുന്നെങ്കിൽ എന്നാ പറയുന്നത്, സ്കൂൾ ബസ് പറ്റത്തില്ലാത്തവർ ഓട്ടോയ്ക്കൊക്കെ വിടുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടുകാരെ പോണക്കായിട്ട് കുഞ്ഞുങ്ങളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിയുക കേട്ടോ. കാരണം ഓരോ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ചങ്കിനകത്ത് ഭയങ്കര പിടപ്പാണ്. ഒരു മുട്ടായിലോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിലോ ഒരു ജ്യൂസിലോ ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ എന്നാ പറയുന്നത് വല്ലാണ്ട് ഇതാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസൊക്കെ കണ്ടിട്ട് ശരിക്കും ചങ്കിടിച്ചു പോകുന്നൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഓട്ടോയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്. അന്നൊന്നും ഒന്നും പേടിക്കേണ്ട അവസ്ഥയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രയും നല്ല കരുതലോടെ ഒരു സ്വന്തം അങ്കിളുമാരുടെ മാതിരിയുള്ള
ഒരു അമ്മമാരെ പോലെ ഒക്കെ അവർ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ വിട്ടിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം അതല്ല, പ്രായമൊന്നും ഇത് ഒന്നിനും ഇതല്ല. കാരണം ഇപ്പോൾ ഒരു പരിധി വരെ മയക്കുമരുന്ന്, ലഹരി സാധനങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടാണ്. ഇന്നലെയാണ് മിനിങ്ങാന്നാണ് ചേട്ടാ ഇവിടെ ഒരു കാര്യം വന്ന് പറഞ്ഞു കേട്ടിട്ട് ചങ്കിനകത്തൊരു ഭയങ്കര വിറയലായി. എത്രയോ പ്രായമുള്ളൊരു മനുഷ്യനാണെന്നറിയാവോ, സ്വന്തം കൊച്ചുമകളെ കുഞ്ഞിനെ 3 വയസ്സുള്ള കുഞ്ഞിനെ ദ്രോഹിച്ച അതിയാനിപ്പം ജയിലിലാണെന്ന് അറിഞ്ഞത്. ഞാൻ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ കഴിവതും വിടുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളോട് ഓരോ കാര്യങ്ങളും നമ്മൾ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും വലിയച്ഛന്മാരാണെങ്കിലും വലുമാരാണെങ്കിലും വീട്ടിലുള്ളവർ ചോദിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ, ഉറപ്പായിട്ടും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒരു ചതിയിലും പോയി വിടരുത്. അതുകൊണ്ട് തന്നെ ഒരു മുട്ടായി പോലും മറ്റുള്ളവർ ആര് തന്നാലും വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കഴിവതും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അധപ്പതിച്ച് അത്രയും ദുരിതത്തിൻ്റെ ഒരു കാലത്തിൽ കൂടെ ഇപ്പം നമ്മൾ കടന്നു പോകും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരു കാലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സ്വന്തം വെല്ലിച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിവില്ല. ഒത്തിരി കാര്യങ്ങളിൽ അതുങ്ങൾ പെട്ടുപോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എന്തേലും സന്തോഷിക്കണം, അഭിമാനിക്കണം എന്ന് ഓർക്കും. എൻ്റെ ചാച്ചനാണെങ്കിലും എൻ്റെ കാഞ്ചാറിയാച്ചനാണെങ്കിലും എൻ്റെ ചേട്ടായാണെങ്കിലും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നു ഉണക്കാണ് സംരക്ഷിച്ചേക്കുന്നത്, നോക്കിയേക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഈ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്ത് പിടപ്പാണ്. ഉണക്ക് തന്നെ സ്വന്തം വീട്ടിൽ ഉള്ള ആൾക്കാർ തന്നെ നമ്മുടെ മക്കളെ ദ്രോഹിക്കുന്നതൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ശരിക്കും ടെൻഷൻ വരുമ്പോഴാണ് എനിക്ക് ഈ അസുഖങ്ങൾ വരുന്നത്. ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ പോലും വേറൊരു വീട്ടിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും പേടിയും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകും കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും പറയാം, എനിക്ക് അങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യമല്ല നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ആണെങ്കിലും വേറൊരു കുടുംബത്താണെങ്കിലും നടക്കുന്നത് എന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിക്കും. അങ്ങനെയാണ് ഈ മീഡിയ ഒക്കെ ഇതേപോലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ്. ഒരു കണക്ക് പറഞ്ഞാൽ പണ്ട് ടി വിയും ഫോണും ഒന്നും വരുന്നതിന് മുമ്പേ ഇങ്ങനെയില്ല. ടി വി ഫോണും എല്ലാം നല്ലതാണ്, ഒരു പരിധി വരെ നല്ലതുമാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് എൻ്റെ ഉപയോഗം എല്ലാം ചീത്തയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഇപ്പം ഈ എന്നാ പറയുന്നത് ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേർക്കും ഫോണും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ഫോണിനകത്തെ ചീത്ത വശവും എല്ലാം നല്ല വശവും ചീത്ത വശവും ഒക്കെ അറിയാം. പക്ഷേ ചീത്തയായിരിക്കും കൂടുതൽ ഒരു പരിധി വരെ കുഞ്ഞുങ്ങൾ ഉള്ളിലേക്ക് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ഒരു കഴിവും പരമാവധി കുഞ്ഞുങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കാതിരിക്കുക. ഓരോ കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും അറിയത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്നൊക്കെ. പക്ഷേ ഉള്ളിനുള്ളിൽ ഒരു 10 പ്രാവശ്യം മക്കളെ ഇത് വീട്ടിൽ പോയി പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാലൊക്കെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് മാറും. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അതെനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പോകുമ്പോഴാണേലും വരുമ്പോഴാണേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച് ഇതാകണം. സ്വന്തം വല്യപ്പം പീഡിപ്പിച്ചു ഇത്ര വർഷം, 3 വയസ്സ് തുടങ്ങി, ഇപ്പോൾ 6 വയസ്സുണ്ട്. ഒന്നും ഓർത്തെ. അപ്പോൾ എന്നതാണ് ഒരു കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും ഇതൊന്നും ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല, നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും പരിസരത്തും ഒക്കെ നമ്മുടെ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഉള്ളിനുള്ളിൽ ആദ്യമാണ് ഭയങ്കര ഇതാണ്, ദൈവമേ കാര്യം എന്നെ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ പോണക്കൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കതൊരു ടെൻഷൻ തന്നെയാണ്, സങ്കടം തന്നെയാണ്. ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ന്യൂസ് ചാനൽ വെക്കത്തില്ല. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ന്യൂസിൻ്റെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കേട്ടുകയോ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് 100 കൂട്ടം ചിന്തേൻ്റെ ടെൻഷനാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ 2-3 പിള്ളേരുണ്ടായിരുന്നല്ലോ ഇവിടെ, അവർ ന്യൂസ് ചാനൽ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു. അത് തന്നെയല്ല, ചേട്ടായി വൈകിട്ട് ഓരോ കാര്യങ്ങൾ വന്ന് പറയും, എടി ഇന്ന ഓണക്കാരുന്നടി അങ്ങനെ ഇങ്ങനെ. അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ടെൻഷനും കാര്യങ്ങളും ആകും. ആ കുഞ്ഞുങ്ങൾ മരിച്ചത് ഫോണിനകത്ത് കണ്ട് ചക്കര കുടങ്ങൾ 2 കുഞ്ഞുങ്ങൾ കുളത്തിൽ വീണ് മരിച്ചു. വല്ല മീൻ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ന്യൂസ് വായിക്കാൻ പോയില്ല. ആ പിള്ളേരുടെ മുഖം കണ്ടതേ എനിക്കിതായി. സത്യം പറയുക, ഒരു അച്ഛനും അമ്മയ്ക്കും എന്ത് പാടുപെട്ടായിരിക്കും ഒരു 2 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നു ആ ഒരു ഇതുവരെ. അപ്പോൾ ഒറ്റ ദിവസം 2 മക്കളും പോയി എന്നുള്ള അവസ്ഥ ഒക്കെ ഒന്ന് ഓർത്ത് നോക്കി ആ അച്ഛൻ്റെ അമ്മയുടെ. അങ്ങനെയുള്ള ടെൻഷൻ അടിക്കുമ്പോഴാണ് എനിക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും കാണാനും കേൾക്കാനും ഒന്നും ഇടവരാണ്ടിരിക്കട്ടെ, അതൊന്നും നടക്കാണ്ടിരിക്കട്ടെ ലോകത്ത് ഒരു പരിധി വരെ. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. നാളെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം ഞാൻ.
നല്ല വീഡിയോസൊക്കെ എടുക്കണം, കുക്കിംഗ് വീഡിയോസൊക്കെ ആണെങ്കിലും കാര്യങ്ങളായിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റുന്നില്ല, അങ്ങോട്ട് ശരീരത്തിന് ഒരു ത്രാണിയില്ലാത്ത മുടക്ക്. അപ്പം എന്തായാലും തിരുമ്പ് നിർത്തിയോണ്ട് മരുന്നും കാര്യങ്ങളും എല്ലാം മുടങ്ങിയല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പഴയ വഴി തന്നെ നമുക്ക് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നിലവിൽ പഴയ വഴി തന്നെ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെല്ലൊന്നുകൂടെ ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.